ഹലോ ഓൾ ഗുഡ് മോർണിംഗ്, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. സോ അത് തന്നെ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഗ്ലോബൽ മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഇറാൻ കോൺഫ്ലിക്റ്റ് ചെറുതായിട്ടൊന്ന് തണുക്കുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. അങ്ങനത്തെ ന്യൂസസ് ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. ഹോർമൂസ് തുറക്കുമെന്നുള്ള രീതിയിലും അതിനകത്ത് ന്യൂസസ് ഒക്കെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. അത് ഇപ്പം ഫൈനൽ കൺഫർമേഷൻ വരുന്നവരേക്കും നമുക്ക് ആ ഒരു ന്യൂസിനെ വലുതായിട്ട് റിയാക്ട് ചെയ്യാൻ പോകാൻ നമുക്ക് ജസ്റ്റ് ക്ലോസ്ലി വാച്ച് ചെയ്യാം. അത്രയും മാത്രം നമ്മൾ ചെയ്താൽ മതി. ജസ്റ്റ് കൺഫർമേഷൻസ് എല്ലാം വരട്ടെ. ഓക്കെ, അപ്പോൾ ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ നിലവിൽ പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യാൻ. S&P ഫ്യൂച്ചറും അങ്ങനെ തന്നെയാണ്. നാസ്ഡാക്കിൻ്റെ ക്ലോസിംഗ് 2% അപ്പിൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലോസും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, യൂറോപ്യൻ മാർക്കറ്റ്സ് ടോട്ടലി പോസിറ്റീവ്ലി ക്ലോസ് ചെയ്തു. വലിയ മൂവ്മെൻറ്റ്സ് ഇല്ലെങ്കിലും ഒരു ന്യൂട്രൽ ടു പോസിറ്റീവ് രീതിയിൽ യൂറോപ്യൻ മാർക്കറ്റ്സ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഏഷ്യൻ മാർക്കറ്റ്സ് നോക്കുമ്പോഴത്തേക്കും നിഫ്റ്റി നിലവിൽ 127 പോയിന്റ്സ് അപ്സൈഡ് ട്രേഡ് ചെയ്യുകയാണ്. അതായത് നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൻ്റെ പോസിബിലിറ്റി മാർക്കറ്റിൽ, ഇന്ത്യൻ മാർക്കറ്റ്സിൽ നിലവിലുണ്ട്. 100 പോയിന്റ്സ് അപ്സൈഡ് ഗ്യാപ്പ് അപ്പ് മാർക്കറ്റിൻ്റെ പോസിബിലിറ്റി നിലവിൽ നമുക്കുണ്ട്. നിക്കി നോക്കുകയാണെങ്കിൽ 2% എബോ അപ്പാണ്. അതായത് 2.8% അപ്പാണ് നിക്കി. അതായത് 1817 പോയിന്റ് അപ്സൈഡാണ്. സ്ട്രേറ്റ് ടൈംസ് ഒരു ബെയറിഷൻ എന്ന് പറയാൻ കഴിയില്ല, ഒരു ചെറിയ ന്യൂട്രൽ ഏരിയയിൽ ട്രേഡ് ചെയ്യാൻ. ഹാങ്സങ് അതുപോലെ തന്നെയാണ്, ന്യൂട്രൽ ഏരിയയിൽ ട്രേഡ് ചെയ്യാൻ. തായ്വാൻ വെയിറ്റഡ് 2% അപ്പാണ്. കോസ്പി 3% അപ്പാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഏഷ്യൻ മാർക്കറ്റ്സിന്റെ പൊതുവായ ഉള്ള ഒരു സൂചന വരുന്നത്. മാർക്കറ്റിൽ വലിയ ബെയറിഷ്നെസ് ടോട്ടലി ലോക മാർക്കറ്റുകളിൽ കാണുന്നില്ല. എല്ലായിടത്തും സ്റ്റെബിലിറ്റി നിലനിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നിഫ്റ്റിയും അങ്ങനെ തന്നെയാണ്, ബ്രേക്ക്ഔട്ട് റീറ്റസ്റ്റ് സെറ്റപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ള മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻസ് നിങ്ങൾക്കറിയാം. ലാസ്റ്റ് മിനിറ്റിൽ ഉണ്ടാവുന്ന ട്രേഡിംഗ് സെറ്റപ്സ്, അത് സെബിയുടെ ഭാഗത്ത് നിന്ന് അതിൻ്റെ ഒരു ക്ലാരിറ്റി വരട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. റീബാലൻസിങ്ങിൻ്റെ ഭാഗങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് മാർക്കറ്റിൽ ഉണ്ടാവുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അപ്ഡേറ്റഡ് ആണെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിഫ്റ്റി അങ്ങനെ പോട്ടെ. നമുക്ക് എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റിൽ ഇനി വരേണ്ട ഒരു പ്രധാനപ്പെട്ട സെല്ലിംഗ് സോൺ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഈ ഒരു 26,000 ആണ് മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സോൺ എന്ന് പറയുന്നത്. 26,361 അവിടെയാണ് ഇനി പ്രധാനപ്പെട്ട സെല്ലിംഗ് പ്രഷർ വരാൻ പോകുന്നത്. ആൻഡ് നമുക്കൊരു ഭേദപ്പെട്ട രീതിയിൽ ഒരു മൈനർ ലെവൽ എന്ന നിലയിൽ 25,286 കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ 2 സോൺസും മാർക്കറ്റിൻ്റെ സെല്ലിംഗ് പ്രഷർ ബേസിക്കലി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ 2 ഏരിയ റീച്ച് ചെയ്യാനെന്ന് പറയുമ്പോഴത്തേക്ക് മോസ്റ്റ്ലി എത്രയാണ്, 6% മൂവ്മെൻറ്റ് വേണം. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് പെൻഡിങ്ങും തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഹൈയും കൂടെ നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഇത്രയും ഈ ഹൈസിലാണ് മാർക്കറ്റിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു ഏരിയാസ് ഒക്കെ ഞാൻ മാർക്ക് ചെയ്ത് പോവുകയാണ്. ആൻഡ് നമുക്ക് ഇനി ഭേദപ്പെട്ട രീതിയിൽ അടുത്തിനി ശ്രദ്ധിക്കേണ്ട ലെവൽസ് എന്ന് പറയുന്നത് അടുത്തത് 24,000 ആണ്. ഓക്കെ, ഇനി ഒരു ഡൗൺ സൈഡ് ഒരു 600 പോയിന്റ് ഡൗൺ സൈഡ് വന്നാൽ പോലും മാർക്കറ്റ് 24,000 ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ബുള്ളിഷ് സെറ്റപ്പ് കണ്ടിന്യൂ ചെയ്യാനാണ് പോസിബിലിറ്റി ഉള്ളത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ 15 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചറലി അപ്സൈഡ് പോകാനുള്ള ടെൻഡൻസിയാണ് കാണിക്കുന്നത്. കണ്ടില്ലേ, അപ്സൈഡ് പോകാനുള്ള ടെൻഡൻസി നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. സോ മാർക്കറ്റ് പൊതുവേ സ്ട്രക്ചറലി എന്നെ സംബന്ധിച്ച് ബുള്ളിഷാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു പുൾ ബാക്ക് കണ്ട് ആരും ഭയക്കേണ്ട ആവശ്യമൊന്നും നിലവിലില്ല എന്നാണ് എനിക്ക് സ്ട്രക്ചർ കണ്ടിട്ട് നിഫ്റ്റിയിലേക്കുള്ള അഭിപ്രായം. ഓക്കെ, അപ്പോൾ ഒരുപാട് സ്റ്റോക്സ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവും. അങ്ങനെയുള്ള സ്റ്റോക്സ് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അത്യാവശ്യം വളരെ ആക്റ്റീവായിട്ട് ഞാൻ കൊണ്ടുപോവുകയാണ്. മോസ്റ്റ്ലി ഉള്ള റിസൾട്ടുകളെല്ലാം എൻ്റെ കണ്ണിൽ വരുന്നതെല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഈവനിങ് ടൈം മിക്കവാറും ഞാൻ എല്ലാം പോസ്റ്റ് ചെയ്യാറുണ്ട്. എൻ്റെ പേഴ്സണൽ ട്രേഡ്സ് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അത്യാവശ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ന്യൂസസ് എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എൻ്റെ ID ഉണ്ട് ടെലിഗ്രാമിൽ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി അതിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. എൻ്റെ വാട്സാപ്പ് ചാനലും ഉണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും അത് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്തിട്ട് എനിക്കൊന്ന് മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കാം. നമുക്കതെല്ലാം പഠിക്കാനും ഡിസ്കസ് ചെയ്യാനും ശ്രമിക്കാം. ഓക്കെ, പരസ്പരം നമുക്ക് ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് പോകാം. ഒരു ഇഷ്യൂ ഇല്ല. കണ്ടില്ലേ, എല്ലാ റിസൾട്ടുകളും ഇന്നലത്തെ എല്ലാം നമ്മൾ കഴിയുന്ന എല്ലാം അപ്ഡേറ്റ് ചെയ്ത് പോകാറുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഏതെങ്കിലുമൊക്കെ സ്റ്റോക്സ് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ഹോൾഡ് ചെയ്യുന്ന മറ്റൊരു സ്റ്റോക്കാണ് DCX എന്ന് പറഞ്ഞ കമ്പനി. ഒരു അക്യുമുലേഷൻ ഫേസിലാണ്. ഈ ഒരു 212 എന്ന് പറയുന്ന ഒരു ബ്രേക്ക് കണ്ടപ്പോൾ ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്തിരുന്നു. അപ്പം ഇത് വീണ്ടും ഡൗൺ സൈഡ് വന്ന് നല്ലൊരു അക്യുമുലേഷൻ ഫേസിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പം സ്റ്റിൽ എൻ്റെ DCX സിസ്റ്റം എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാണ്. നമുക്ക് നോക്കാം DCX എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. ഈ അക്യുമുലേഷൻ എന്ന് എൻ്റെ ആവും എന്നുള്ള കാര്യം പറയാൻ കഴിയില്ല. ബട്ട് നല്ലൊരു ബേസ് ഏരിയയിൽ നിന്ന് ട്രേഡ് ചെയ്യുന്നുണ്ട് DCX. അപ്പോൾ വരുന്ന മാസങ്ങളിൽ ഇത് നല്ലൊരു മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ DCX വരുന്ന മാസങ്ങൾ എൻ്റെ ഫോക്കസ് തന്നെ ആയിരിക്കും. പിന്നെയുള്ളത് ITC. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ITCയുടെ ഒരു മൂവ്മെൻറ്റിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കണ്ടില്ലേ, ITC വീണ്ടും ആ ഒരു സ്ട്രക്ചറലി നല്ലൊരു പോസിറ്റീവായിട്ട് നിൽക്കുകയാണ്. നല്ലൊരു അക്യുമുലേഷൻ ഫേസിൽ കണ്ടിന്യൂ ചെയ്യുവാണ് ITC. പിന്നെ ദേവയാനി ഇൻ്റർനാഷണൽ. കണ്ടില്ലേ, ദേവയാനി ഇൻ്റർനാഷണലും
119. ഒരുപാട് സ്റ്റോക്സ് ഡൗൺ സൈഡ് മാക്സിമം എത്തിയ ശേഷം റീബൗണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. കണ്ടില്ലേ, മിക്ക സ്റ്റോക്സിലും ആ ഒരു സിമിലർ മൂവ്മെന്റ് കാണുന്നുണ്ട്. ഭാരതി എയർടെൽ നല്ല റിസൾട്ട് പോസ്റ്റ് ചെയ്തു, ഞാൻ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നുണ്ട്. 1800 റേഞ്ചിൽ ഞാൻ ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ ഭാരതി എയർടെൽ നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സ്റ്റോക്സ് ഇങ്ങനെ ഒരുപാട് സ്റ്റോക്സ് നല്ല റിസൾട്ടുകൾ വന്ന് നമ്മൾ മൂവ്മെന്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ ഉള്ളത് ദലീല എന്ന് പറഞ്ഞ കമ്പനി, ലീല പാലസ് ഹോട്ടൽസ്. ഞാനല്ലേ ഇത്രയും ഞാൻ ഈ ഒരു ഏരിയയിൽ 482 റേഞ്ചിൽ ട്രേഡ് എടുത്തു, ശേഷം നല്ല പോസിറ്റീവ് പോയി, ശേഷം എൻ്റെ സ്റ്റോപ്പ് ലോസിന്റെ സമീപം എത്തി, സ്റ്റോപ്പ് ലോസിന്റെ താഴെ വന്നു. അപ്പോഴും ഞാൻ ക്വാണ്ടിറ്റി കൺട്രോൾഡ് ആയതുകൊണ്ട് 3% ആയിരുന്നു സ്റ്റോപ്പ് ലോസ് വെച്ചത്, ഞാൻ വിട്ടിട്ടില്ലായിരുന്നു. അവിടെ നിന്നും സ്റ്റോക്ക് 500 റേഞ്ചിലേക്ക് തിരിച്ച് റീബൗണ്ട് ചെയ്തു. അതിന് ഞാൻ ഫുൾ ടാർഗറ്റ് അടിക്കാത്തതുകൊണ്ട് വച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 520, 525 റേഞ്ചിൽ ഞാൻ ഇത് സെല്ല് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്നുള്ള 530 റേഞ്ച് ബ്രേക്ക് ചെയ്ത ഒരു എക്സ്പ്ലോസീവ് മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. 550, 560 റേഞ്ചിലേക്ക് പോകാം. സോ എന്തായാലും അതൊന്ന് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പിന്നെ ഉള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് NLC India. അപ്പോൾ നിങ്ങൾ പലരും ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. NLC India ഞാൻ ഈ ഒരു ഹൈയിൽ ഞാൻ കുറച്ച് വാങ്ങി, പിന്നെ ഈ ഒരു ടെസ്റ്റിൽ, പിന്നെ ഈ ഒരു റേഞ്ചിൽ 3 പ്രാവശ്യമായിട്ട് ക്വാണ്ടിറ്റി വാങ്ങി ഹോൾഡ് ചെയ്യുകയാണ്. നല്ലൊരു സെറ്റപ്പായിട്ട് വരുന്നുണ്ട് NLC India. അപ്പോൾ ഞാൻ നല്ല ഹൈയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ NLC India ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ലിമിറ്റഡ് ക്വാണ്ടിറ്റീസ് ആണല്ലോ. എൻ്റെ ഫണ്ട് ഞാൻ അത്രയും നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പല സ്റ്റോക്സും ഇങ്ങനെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. ATGL ഞാൻ പലവട്ടം ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു റേഞ്ചിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ക്വാണ്ടിറ്റി ഈ ഒരു റേഞ്ചിൽ ഞാൻ വാങ്ങി ഹോൾഡ് ചെയ്യുകയാണ്. ATGL, അതാണ് ഈ ടോട്ടൽ ഗ്യാസ് ലിമിറ്റഡ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സ്റ്റോക്സ് ഇങ്ങനെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ടെലിഗ്രാമിൽ കൂടെ മെസ്സേജ് അയച്ചിടാം. ഞാൻ പറ്റുമെങ്കിൽ അപ്പോൾ തന്നെ മെസ്സേജ് നോക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ അടുത്ത ദിവസമാണെങ്കിലും ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക, ഇടുന്നതായിരിക്കും. പിന്നെ POCL ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് എത്രയാണ് 550 റേഞ്ചിൽ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 535 റേഞ്ചിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ 648 റേഞ്ചിൽ വിൽക്കാനായിട്ട് ഞാൻ വച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് സ്റ്റോക്സ് ഞാൻ ജസ്റ്റ് ലിമിറ്റഡ് ക്വാണ്ടിറ്റീസ് ഞാൻ ഇങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടിട്ടുണ്ട്. അതാകുമ്പോൾ വലിയ ടെൻഷൻ ഇല്ലാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വേറെ ഏതെങ്കിലും സ്റ്റോക്സ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയത്തുള്ളൂ. അപ്പോൾ എന്താ പറയുക, മാക്സിമം നിങ്ങൾ സ്റ്റോക്സിൻ്റെ ഡൗട്ട്സ് ചോദിക്കാൻ ശ്രമിക്കുക. നമുക്കതെല്ലാം ക്ലിയർ ചെയ്ത് മുൻപോട്ട് പോകാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ ബിർള സോഫ്റ്റ്, ഇത് ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്ത സ്റ്റോക്കാണ്. ബിർള സോഫ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നുണ്ട്. അപ്പോൾ വേറെ ഏതാണ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങളത് ചോദിച്ചാൽ നമുക്കത് നോക്കാവുന്നതാണ്. പതഞ്ജലി ഞാനിപ്പോൾ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാണ്. പതഞ്ജലി എന്ന് പറഞ്ഞ സ്റ്റോക്ക് അത് ചില്ലറ കാര്യങ്ങൾ കൊണ്ടാണ്. പതഞ്ജലിയുടെ ഡിമാൻഡ് ഏരിയ 290 ആണ്. ബട്ട് പതഞ്ജലി ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാണ്. അത് അതിൻ്റെ സ്ട്രക്ചറിൽ മാത്രമല്ല, അത് വരുന്ന ദിവസങ്ങളിലെ പ്രൈസ് ആക്ഷൻ ഡിസൈഡ് ചെയ്തിട്ട് ഞാൻ അതിൽ എൻട്രി ചെയ്യും. പതഞ്ജലിയുടെ ഒരു പ്രൈസ് ആക്ഷൻ എനിക്ക് നിലവിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുവാണ് നടക്കുന്ന കാര്യങ്ങൾ പതഞ്ജലി. അപ്പോൾ പതഞ്ജലി ആയിരിക്കും എൻ്റെ ഫോക്കസിലുള്ളത്. കാര്യമെന്ന് പറഞ്ഞാൽ പതഞ്ജലി വാച്ച് ലിസ്റ്റിൽ ഇടാൻ കാര്യമെന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി എത്ര % ഇടിഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി. 650 റേഞ്ചിൽ നിന്നും മോസ്റ്റ്ലി 50% ഇല്ല, 50% മുകളിൽ ഇടിഞ്ഞു. മനസ്സിലായില്ലേ? ഇടിഞ്ഞു താന്ന് കിടക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള സ്റ്റോക്കിൻ്റെ പ്രൈസ് ആക്ഷനാണ് ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റർ ആയിട്ടില്ല നിലവിൽ പതഞ്ജലിയിൽ. ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു ടോപ്പ് പ്രയോറിറ്റിയിൽ ഞാൻ ഇട്ടേക്കാണ്. ഒരു എന്താ പറയുക, ബോട്ടം ക്യാച്ചപ്പിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം നമുക്കത് വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഇതിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ പഠിച്ച ശേഷം ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എൻട്രി ഒന്നും എടുത്തിട്ടില്ല, വാച്ച് ലിസ്റ്റിൽ മാത്രമാണ്. ഇപ്പോൾ 290 നിന്നല്ല റിവേഴ്സൽ വന്നിരിക്കുന്നത്, 350 റേഞ്ചിൽ നിന്നാണ് റിവേഴ്സൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ 290, 230 റേഞ്ചിലേക്ക് വന്നിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങിയേനെ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഒരു ബേസ് ബിൽഡിങ്ങിലെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പതഞ്ജലിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് പ്രൈസ് ആക്ഷനാണ് നടക്കുന്നത്. കാര്യമെന്ന് പറഞ്ഞാൽ സ്മോളർ ബേസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ പതഞ്ജലിയിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്മോളർ ബേസ് ആണ് ഇവിടെ ഉള്ളത്. ഇത്രയും വലിയ സെൽ ഓഫിന് ശേഷം മാർക്കറ്റ് ഒരു സ്മോളർ ബേസ് ഉണ്ടാക്കുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പ്രൈസ് ആക്ഷൻസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടില്ല, ബട്ട് എന്നെ സംബന്ധിച്ച് അതൊരു ഇങ്ങനത്തെ രീതിയിൽ നിന്നുള്ള റീട്രേസ്മെന്റ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ഒരു വലിയ ക്യാൻഡിലിൻ്റെ താഴെ നിന്ന് മാർക്കറ്റ് റിവേഴ്സൽ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇതാണ്. അത് ഞാൻ കണ്ടെത്തിയ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ജനറലി പ്രൈസ് ആക്ഷനിൽ ഇങ്ങനെ അങ്ങനെയൊന്നും സംഭവിക്കാറില്ല. ബട്ട് ഞാൻ വർഷങ്ങളായിട്ട് മാർക്കറ്റുകൾ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ പ്രൈസ് ആക്ഷൻസ് ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു ലോ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ
പതഞ്ജലി വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ലോ, അതായത് ഈ ഒരു കാൻഡിലിന്റെ ലോ 327 എന്ന റേഞ്ച് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇത് വാച്ച് ലിസ്റ്റിൽ ഇട്ട് ട്രേഡ് എടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പതഞ്ജലിയുടെ പ്രൈസ് ആക്ഷൻ ലൈവ് ഇതുപോലത്തെ പ്രീ മാർക്കറ്റ് സെഷനിൽ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, എനിക്കൊന്ന് മെസ്സേജ് ചെയ്യാം. നമുക്ക് ഞാൻ പറ്റുമെങ്കിൽ അപ്പോൾ തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസം വീഡിയോ ആയിട്ടും ഞാൻ ഓരോ സ്റ്റോക്സും നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ താങ്ക് യു.